കോൺഗ്രസ് അംഗം സുമാ തരിയൻ തിരുവേലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പദവിയെ ചൊല്ലി UDFിൽ തർക്കം നിലനിന്നിരുന്നതിനാൽ ശനിയാഴ്ചത്തെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ലീഗും കോൺഗ്രസും ബഹിഷ്കരിച്ചിരുന്നു. താൽക്കാലികമായി പ്രശ്നം പരിഹരിച്ചാണ് ഇരുവിഭാഗവും ഇന്നത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെത്തിയത്. 19 സീറ്റുകളുള്ള തിരുവാലിയിൽ UDFിന് 11ഉം LDFിന് 8ഉം അംഗങ്ങളുണ്ട്. ഇതിൽ കോൺഗ്രസിന് 7ഉം ലീഗിന് 4ഉം മെമ്പർമാരാണുള്ളത്. തിരുവാലിയിൽ ഒരു തവണ മാത്രമാണ് മുൻപ് UDF അധികാരത്തിൽ വന്നിട്ടുള്ളത്. അന്ന് കോൺഗ്രസ് അംഗങ്ങളായിരുന്നു 5 വർഷവും പ്രസിഡന്റ് കസാരയിലിരുന്നത്. ഇത്തവണയും അത് തുടരണമെന്നാണ് കോൺഗ്രസിന്റെ വാദം. എന്നാൽ ഇത്തവണ ലീഗ് 2.5 വർഷം പ്രസിഡന്റ് പദവി ആവശ്യപ്പെട്ടതോടെയാണ് തർക്കം ആരംഭിച്ചത്. ഇതിന് കോൺഗ്രസ് വഴങ്ങിയതോടെയാണ് ലീഗ് അംഗങ്ങൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് നിന്നും വിട്ടുനിന്നത്. ഇതോടെ കോൺഗ്രസ് അംഗങ്ങളും തെരഞ്ഞെടുപ്പിനെത്തിയില്ല. ഇടത് അംഗങ്ങളെല്ലാം എത്തിയിരുന്നെങ്കിലും കോറം തികയാതായതോടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. നിലവിൽ കോൺഗ്രസ് അംഗം പ്രസിഡന്റും ലീഗ് അംഗം വൈസ് പ്രസിഡന്റുമായി തുടരും. ബാക്കി കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കാമെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട്. തെരഞ്ഞെടുപ്പ് ശേഷം UDF നേതാക്കളും പ്രവർത്തകരും പുതിയ പ്രസിഡന്റിനെയും വാർഡ് അംഗങ്ങളെയും പങ്കെടുപ്പിച്ച് അങ്ങാടിയിൽ വിജയാഹ്ലാദ പ്രകടനം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TP ഗോപാലകൃഷ്ണൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VA ഇബ്നു ഖാദിർ, മുൻ ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് K മുഹമ്മദ് നജീബ്, സെക്രട്ടറി അസീസ് ഹാജി തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.